வாழ்க வையகம், வாழ்க வையകം, வாழ்க വളമുടൻ. യോഗിരാജ് വേദാദ്രി മഹർഷി എഴുതിയ കർമ്മയോഗം, അധ്യായം 8, ഭാഗം 3. 3 കാണാക്കണ്ണികൾ. പ്രാചീന കാലം മുതൽക്കു തന്നെ ദിവ്യ ദാർശനികർ ഭൂമുഖത്ത് ആവിർഭവിക്കുകയും പ്രപഞ്ച രഹസ്യങ്ങളെയും പ്രകൃതി സമസ്യകളെയും ജീവിത മൂല്യങ്ങളെയും മനുഷ്യ സമുദായത്തിന് വെളിവാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചിന്തകരുടെയും തത്വജ്ഞാനികളുടെയും ആത്മീയ സേവനം മൂലം മനുഷ്യൻ്റെ സാംസ്കാരിക മൂല്യങ്ങൾ ഓരോ കാലഘട്ടത്തിലും കൂടുതൽ വിമലീകരിക്കപ്പെട്ടു. ഈ വർത്തമാന കാലഘട്ടത്തിൽ പ്രതിഭാശാലികളായ ശാസ്ത്രകാരന്മാർ ഇനയും തിരസ്കൃതമായി കിടക്കുന്ന പ്രകൃതി രഹസ്യങ്ങളെ, പ്രപഞ്ച നിഗൂഢതകളെ മനുഷ്യരാശിക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ അനവരത്നം പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ആത്മീയ ജ്ഞാനികളുടെ ദർശനത്തിനും ശാസ്ത്രകാരന്മാരുടെ കണ്ടെത്തലുകൾക്കുമിടയിൽ 3 സമസ്യകൾ ഇന്നും പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. ഈശ്വര തത്വത്തിൻ്റെ അനന്ത ജഗത് സത്തയുടെ സ്വീകാര്യത, പ്രാണന്റെ അസ്തിത്വത്തെയും പ്രവർത്തനത്തെയും കർമ്മഫലത്തെയും കുറിച്ചുള്ള പരിജ്ഞാനം, സംസ്കാരത്തെക്കുറിച്ചും ഫലേച്ഛയോടെ ചെയ്യുന്ന കർമ്മങ്ങൾ ആത്മാവിൽ എങ്ങനെ ഗാഠമുദ്രകൾ പതിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ചുമുള്ള ദർശനം. കർമ്മയോഗ സിദ്ധാന്തം. കേവല സത്തയായ ബ്രഹ്മസ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞാനം മനുഷ്യ മനസ്സിൽ ക്ഷുദ്രമായ വ്യക്തിഭാവത്തിൻ്റെ അഹന്തയുടെ വിത്തുകൾ പാകുന്നു. അവ മുളച്ചു വലുതായി വൃക്ഷമായി പടർന്നു പന്തലിച്ച് ക്ഷോഭജനകങ്ങളായ മാനസിക ഭാവങ്ങളെ ഫലങ്ങളായി നൽകുന്നു. കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങളാണ് ഫലങ്ങൾ. ഈ മാനസികാവസ്ഥയിൽ കർമ്മമനുഷ്ഠിക്കുമ്പോൾ ദുഃഖവും ദുരിതവും കർമ്മഫലമായ മനുഷ്യന് ലഭിക്കുന്നു. പ്രാണശക്തിയെക്കുറിച്ചും അതിൻ്റെ ബാഹ്യരൂപാന്തരങ്ങളായ മർദ്ദം, ശബ്ദം, പ്രകാശം, ഗന്ധം, രോചകത്വം എന്നിവയെക്കുറിച്ചും അവ താൻ ചെയ്യുന്ന കർമ്മങ്ങളെ സ്വാധീനിക്കുന്നുവെന്നും ജീവിതത്തിൽ താൻ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾക്കും ശാന്തിക്കും ആനന്ദത്തിനും ഇവയാണ് ഹേതുവെന്നും അറിയാത്ത പാവം മനുഷ്യൻ ഭൗതിക സുഖങ്ങളുടെ താൽക്കാലിക ചാരുതകളിൽ മയങ്ങിപ്പോവുകയും മാനസികവും ശാരീരികവുമായി രോഗഗ്രസ്തനാവുകയും ചെയ്യുന്നു. മനുഷ്യന്റെ നിസ്സർഗ സ്വഭാവത്തെ നിർണയിക്കുന്നത് അവനിലുള്ള സംസ്കാരങ്ങളുടെ ആകത്തുകയാണ്. മനസ്സൊരു തടാകം പോലെയാണ്. അതിലുണ്ടാകുന്ന ഓരോ തരംഗവും അടങ്ങുന്നതായി തോന്നുമെങ്കിലും ഒരു പുനർ ആവിർഭാവത്തിന്റെ സാധ്യതയുടെ മുദ്ര മനസ്സിൽ പതിപ്പിക്കുന്നു. പ്രതിഫലന സാധ്യതയോട് കൂടിയ ഈ മുദ്രയെയാണ് നാം ജന്മവാസനയെന്നും വിശാലാർത്ഥത്തിൽ സംസ്കാരമെന്നും വിളിക്കുന്നത്. നമ്മുടെ ഓരോ വിചാരവും പ്രവൃത്തിയും ചലനവും ഓരോ മുദ്ര നമ്മുടെ മനസ്സിൽ, ആത്മാവിൽ, ജനിതക കേന്ദ്രത്തിൽ പതിപ്പിക്കുന്നുണ്ട്. ഇവ മനസ്സിന്റെ ഉപരിതലത്തിൽ അപ്രത്യക്ഷങ്ങളെങ്കിലും അധസ്ഥലികളിൽ വായു ജല സമ്പർക്കമേറ്റാൽ പൊട്ടിമുളയ്ക്കുന്ന വിത്തുകൾ കണക്കെ ആവിഷ്കാരത്തിന് അനുയോജ്യമായ ഒരു അവസരത്തിന് കാത്തുകിടക്കുകയാണ്. വ്യക്തിയുടെ സ്ഥൂല ശരീരത്തിലും തലച്ചോറിലെ കേന്ദ്രങ്ങളിലും ബീജകോശങ്ങളിലും ജീവശക്തിയിലും ഈ മുദ്രകൾ പതിയുന്നു. ഈ മുദ്രകൾ ശരീരത്തിൻ്റെ നാഡീവ്യൂഹങ്ങളിലും പ്രപഞ്ച പ്രബുദ്ധതയിലും വരെ പതിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ മുദ്രകളുടെ ജന്മവാസനകളുടെ ആകത്തുകയാണ് വ്യക്തിയുടെ സ്വഭാവം, ജീവിത പ്രവർത്തനം എന്നിവ നിർണ്ണയിക്കുന്നത്. ദുസ്സംസ്കാരങ്ങളാണ് പ്രബലമെങ്കിൽ വ്യക്തി ദുഷ്കർമ്മിയായി മാറുന്നു. സംസ്കാരങ്ങളുടെ ആധിക്യം വ്യക്തിയെ ധർമ്മനിഷ്ഠനാക്കുന്നു. സത്വാസനകളുടെ ഉടമസ്ഥനായ വ്യക്തിക്ക് ഒരു നിമിഷം തിന്മ ചെയ്യണമെന്ന് തോന്നിയാൽ പോലും സത്വാസനാബലത്തിന്റെ അപ്രരോധ്യത ആ വ്യക്തിയെ തിന്മ ചെയ്യുവാൻ അനുവദിക്കുന്നില്ല. ദുർവാസനകളെ സത്വാസനകൾ കൊണ്ടും ദുസംസ്കാരങ്ങളെ സത്സംസ്കാരങ്ങൾ കൊണ്ടും ജയിക്കുന്ന വ്യക്തി അവസാനം സത്വാസനകളെയും കീഴടക്കേണ്ടിയിരിക്കുന്നു. കർമ്മവിചാരങ്ങൾ ചിത്തത്തിൽ ഗാഠമുദ്ര പതിപ്പിക്കുവാൻ അനുവദിക്കാതിരിക്കുമ്പോൾ എല്ലാ സംസ്കാരങ്ങൾക്കും അതീതനായി വ്യക്തി സ്ഥിതപ്രജ്ഞനായി ആത്മാരാമനായി വർത്തിക്കുന്ന ഫലാച്ഛ കൂടാതെ സത്കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് ബോധദീപ്തനാകാനുള്ള മാർഗം. അനാസക്തനായി നിലകൊള്ളുക, നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. എവിടെ നിന്നോ വന്ന് എവിടേക്കോ പോകുന്ന ലൗകിക ജീവിതം ഇടത്താവളമാക്കി ഒരു സഞ്ചാരിയെ പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അനാസക്തനായി കർമ്മം ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമേ ദേഹിക്കു വേണ്ടിയാണ് ദേഹമെന്നും ആത്മാവിന് വേണ്ടിയാണ് പ്രകൃതി എന്നുമുള്ള സാങ്ഖ്യദർശനം സാധ്യമാകൂ.
തന്നിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ദുസംസ്കാരങ്ങളുടെ കയ്യിലെ കളിപ്പാവിയായ മനുഷ്യൻ ജന്മവാസനാബലത്താൽ വീണ്ടും അതേ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും കർമാനുസാരിയായ ദുഷ്ഫലങ്ങൾ വീണ്ടും അനുഭവിക്കുകയും ചെയ്യുന്നു. ഇന്ദ്രിയ ചോദനകളുടെയും ഭോഗ വിഷയങ്ങളുടെയും വിളികെട്ട് ഓടിയെത്തുന്ന വ്യക്തി അറിഞ്ഞും അറിയാതെയും ദുഷ്കർമ്മങ്ങളിൽ മുഴുകുന്നു. വ്യക്തിയുടെ ഈ അറിവില്ലായ്മ, മിഥ്യാബോധം ജീവിതത്തെ തമോമയമാക്കുകയും മനഃശാന്തിയെയും സമൂഹശാന്തിയെയും ബാധിക്കുകയും ലോകമൊട്ടാകെ അശാന്തി വിതയ്ക്കുകയും ചെയ്യും. കർമ്മയോഗ സിദ്ധാന്തം മേൽപ്പറഞ്ഞ 3 കാണാക്കണ്ണികളെ ശാസ്ത്രലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുവാനും അവയെ യാഥാർത്ഥ്യത്തിന്റെ പാതയിലേക്ക് അടുപ്പിച്ചു നിർത്തുവാനും സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സംഗ്രഹം: മനുഷ്യൻ സമ്പൂർണതയുടെ സമഷ്ടിയുടെ ഒരംശമാകുന്നു. ആ സമഷ്ടിയാണ് പരമ്പൊരുളായ ഈശ്വരൻ. ഈ സത്യം ഗ്രഹിക്കുമ്പോൾ മാത്രമാണ് വ്യക്തിയുടെ മനസ്സിലെ മായാവരണം നീങ്ങുന്നതും ജീവിതം പ്രകാശപൂർണമാകുന്നതും. സാധാരണ മനുഷ്യൻ സ്വന്തം ജീവിത കർമ്മഫലമായി ദൈവത്തെ അറിയുവാൻ ശ്രമിക്കുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കർമ്മഫലം തന്നെയാണ് ഈശ്വരന്റെ അസ്തിത്വം ബോധ്യപ്പെടുത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗം. സുഖലാഭങ്ങളാണ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമെങ്കിൽ അത്തരം പ്രവൃത്തിയെ സൽക്കർമ്മമായും ദൈവത്തിന്റെ കാരുണ്യമായും കണക്കാക്കാം. ദുരിതവും ദുഃഖവുമാണ് കർമ്മഫലമെങ്കിൽ അതിനെ ദൈവം തരുന്ന ശിക്ഷയായി കണക്കാക്കി ജീവിതത്തെ സംസ്കാരവൽക്കരിക്കുകയും മൂല്യാധിഷ്ഠിതമാക്കുകയും ചെയ്യാം. ധ്യാനമാർഗത്തിലൂടെയുള്ള ആത്മീയ അന്വേഷണമാണ് ബുദ്ധിപരതയും ആത്മീക ത്വരയുമുള്ള മനുഷ്യർക്ക് ദൈവത്തിലേക്കുള്ള ഉചിതമായ സാധന. കുണ്ടലിനി യോഗമാർഗം തിരഞ്ഞെടുക്കുന്ന സാധകന് ഈശ്വരന്റെ ഏക സത്യമായ ബ്രഹ്മമാണെന്നും ആ പരമപ്രഭാവമാണ് തൻ്റെ സൂക്ഷ്മ മനസ്സിന്റെ ഉറവിടമെന്നും ബോധ്യമാകും. മൂന്നാമത്തെ മാർഗം ബുദ്ധിവൈഭവത്തിലും ശാസ്ത്രീയ ചിന്താഗതിയിലും ഔന്നത്യമാർജിച്ചിട്ടുള്ള വ്യക്തികളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. പ്രപഞ്ചത്തിന്റെ സർവാധാരമായ ശൂന്യതയാണ്, പ്രപഞ്ചപ്രജ്ഞയാണ് ഈശ്വരൻ എന്ന പദാർത്ഥത്തിന്റെ 3 അവസ്ഥകളുടെ പിണ്ഡം, ഊർജം, ആത്മബോധം അപഗ്രഥനത്തിലൂടെ അവർക്ക് ബോധ്യമാകും. ഇഹജീവിതത്തിൽ തന്നെ സത്യസാക്ഷാത്കാരം നേടുക എന്നത് ഏതു വ്യക്തിയുടെയും ജന്മാവകാശമാണ്. ഏവരിലും ഇതിനായുള്ള ശക്തി അന്തർലീനമായിട്ടുണ്ട്. ഇത്തരം വ്യക്തികൾക്ക് സാക്ഷാത്കാരത്തിനുള്ള മാർഗം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ആത്മീയ യാത്രയിൽ സഹായിക്കുകയുമാണ് കർമ്മയോഗ സിദ്ധാന്തത്തിന്റെ പരമ പവിത്രമായ ലക്ഷ്യം.